Hi students, welcome to today's chemistry class, the S block elements, part 2. നമുക്കറിയാം പീരിയോഡിക് ടേബിളിനകത്ത് എസ് ബ്ലോക്കിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് അന്നേരം ഇന്നത്തെ ക്ലാസ്സിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് നോക്കാം. The alkali metals are highly reactive due to their large size and low ionization enthalpy. Alkali metals periodic table nathe corresponding period nathe ഏറ്റവും വലിയ മെറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിരിക്കും ആൽക്കലി മെറ്റൽസിലുള്ളത്. ആൽക്കലി മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ്. അതിന് കാരണം പറയുകയാണ് ഡ്യൂ ടു ദെയർ ലാർജ് സൈസ് ആൻഡ് low ionization enthalpy. The reactivity of these metals increases down the group. നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാം. ആൽക്കലി മെറ്റൽസ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ഈ ഓക്സൈഡുകൾ പലതരത്തിലുള്ള ഓക്സൈഡുകളുണ്ട്. നോർമൽ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, അങ്ങനെ പല ടൈപ്പായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ഓക്സൈഡ്സ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ലിഥിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ലിഥിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. ലിഥിയം ഓക്സൈഡിൻ്റെ ഫോർമുല ആണ് Li2O. Li2O. നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അനുസരിച്ച് ഓക്സിജന് -2 ആണ് വരേണ്ടത്. ലിഥിയത്തിന് Li2, 2 ലിഥിയം ഉണ്ട് അല്ലേ, അതിൽ ഒരു ലിഥിയത്തിന് +1, 2 ലിഥിയം കൂടി ചേരുമ്പോൾ +2 ആണ് ഇവിടെ വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The alkali metals tarnish in dry air due to the formation of their oxides, which in turn react with the moisture to form hydroxide. They burn vigorously in oxygen, forming oxide. ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ലിഥിയം ഫോംസ് മോണോക്സൈഡ്, സോഡിയം ഫോംസ് പെറോക്സൈഡ്. അതായത് Na2O2, അതൊരു സോഡിയത്തിൻ്റെ പെറോക്സൈഡ് ആണ്. The other metals form superoxide. For example, potassium KO2 എന്ന് പറഞ്ഞാൽ സൂപ്പറോക്സൈഡ് ആണ്. The superoxide O2- ion is stable only in the presence of large cations such as potassium, rubidium, cesium. സൂപ്പറോക്സൈഡ് ഉണ്ടാകണമെങ്കിൽ ലാർജ് കാറ്റയോൺസ് വേണം. ലിഥിയം, സോഡിയം അതിനേക്കാളും ലാർജ് ആയിട്ടുള്ള സൈസുകളാണ് പൊട്ടാസ്യം. ഇതിന് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെയാണ് സൂപ്പർ ഓക്സൈഡ് ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും അനുയോജ്യരായവർ. ലിഥിയം ഓക്സൈഡ് ആയിട്ട് മാറുന്നു. എന്നിട്ട് നമുക്ക് റിയാക്ടിവിറ്റി ടുവേഴ്സ് എയർ ആണ് നമ്മളിപ്പം പഠിക്കുന്നത്. ദ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് ദ സൈസ്. ദേ ബേൺ വിഗറസ്ലി ഓക്സിജൻ ഫോമിംഗ് ഓക്സൈഡ്. ഓക്സിജനുമായിട്ട് ബേൺ ചെയ്ത് ആൽക്കലി മെറ്റൽസ് ഓക്സൈഡ് ഉണ്ടാകുന്നു. നമുക്കറിയാം ഗ്രൂപ്പ് 1 ഇലമെൻറ്റ്സ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലേ, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. നമുക്ക് ആ ലിഥിയം ഏറ്റവും ആറ്റോമിക് സൈസ് കുറവുള്ളതാണ് ലിഥിയം. അത് കഴിഞ്ഞ് അറ്റോമിക് സൈസ് കൂടി വരുന്നത് സോഡിയത്തെക്കാളും അറ്റോമിക് സൈസ് കൂടുതലാണ് പൊട്ടാസ്യം. അങ്ങനെ താഴോട്ട് വരുന്തോറും ആറ്റോമിക് സൈസ് കൂടുന്നു. ആറ്റോമിക് സൈസ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ റിയാക്ടിവിറ്റിയും കൂടുന്നു. നമുക്കിവിടെ കാണാം. ദ സൂപ്പറോക്സൈഡ് O2- അയോൺ. സൂപ്പറോക്സൈഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് O2- എന്നാണ്. അത് O2- ion is stable only in the presence of large cations such as potassium, rubidium, cesium. നോർമൽ ഓക്സൈഡ് ഉണ്ടാകുന്നു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത്. അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. നോർമൽ ഓക്സൈഡ് Li2O എന്നുള്ളതാണ് നോർമൽ ഓക്സൈഡ്. എക്സാമ്പിൾ പറയാം, പെറോക്സൈഡ് Na2O2 പെറോക്സൈഡാണ്. ഒരു സൂപ്പർ ഓക്സൈഡാണ് KO2, RbO2, അതൊക്കെ സൂപ്പർ ഓക്സൈഡാണ്. അന്നേരം നമുക്ക് മനസ്സിലാക്കാം നോർമൽ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നോർമൽ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. ലിഥിയം എപ്പോഴും നോർമൽ ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. പെറോക്സൈഡ്, ഇപ്പോൾ ഒരു പെറോക്സൈഡിന് എക്സാമ്പിൾ പറഞ്ഞാൽ Na2O2 പെറോക്സൈഡ് ആണ്. എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? 2Na+O2 gives Na2O2. എന്താണ് സൂപ്പർ ഓക്സൈഡ്? മെറ്റൽ +O2 gives MO2. നമ്മൾ സൂപ്പർമാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ സൂപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ എമൗണ്ട് ആണ് ഇവിടെ കൂടുതൽ. MO2, ഒരു മെറ്റലേ ഉള്ളൂ, 2 ഓക്സിജനും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത്.
ഇനി മെറ്റലിൻ്റെ പ്രത്യേകത എന്താണ്? ലാർജ് സൈസുള്ള ആൽക്കലി മെറ്റൽ ആയിരിക്കണം. പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെ ആയിരിക്കണം. In all these oxides, the oxidation state of the alkali metal is +1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ KO2 എന്ന് സൂപ്പർ ഓക്സൈഡ് ഉണ്ടാവുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. ലിഥിയം ഷോസ് എക്സെപ്ഷണൽ ബിഹേവിയർ ഇൻ റിയാക്ടിങ് ഡയറക്ട്ലി വിത്ത് നൈട്രജൻ ഓഫ് എയർ ടു ഫോം ദ നൈട്രേറ്റ്. ലിഥിയം നൈട്രേറ്റ് ഉണ്ടാകുന്നു. ലിഥിയം നൈട്രജനുമായിട്ട് കൂടി ചേർന്ന് Li3n ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ദെയർ ഹൈ റിയാക്ടിവിറ്റി ടുവേഴ്സ് എയർ ആൻഡ് വാട്ടർ. ആൽക്കലി മെറ്റൽസ് ആർ നോർമലി കെപ്റ്റ് ഇൻ കെറസിൻ ഓയിൽ. വളരെ റിയാക്റ്റീവാണ് ഈ ആൽക്കലി മെറ്റൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇതിനെ അടക്കി നിർത്താൻ, അതായത് ഓക്സിജനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരരുത്, അതിനുവേണ്ടി മണ്ണെണ്ണയ്ക്കകത്തിട്ടാണ് ആൽക്കലി മെറ്റൽസിനെ നമ്മൾ സൂക്ഷിക്കുന്നത്. എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇവിടെ ഓക്സൈഡും പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും ഉണ്ടാകുന്നു. ഇവർ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ആൽക്കലി സൊല്യൂഷൻ കിട്ടുന്നു. ആൽക്കലി സൊല്യൂഷൻ ഓക്സൈഡ് H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കലി സൊല്യൂഷൻ. അതുപോലെ പെറോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H2O2 ആൽക്കലി സൊല്യൂഷനും കിട്ടുന്നു. അതാണ് OH- കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഓക്സൈഡ്സ് എന്ത് തരുന്നു? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് തരുന്നു. ഫോർ എക്സാമ്പിൾ സോഡിയം ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ സ്ട്രോങ് ബേസുകളാണ്, ആൽക്കലിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. സൂപ്പർ ഓക്സൈഡ് O2- plus 2H2O gives alkali plus H2O2 plus O2. പിന്നെ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. ലിഥിയം ഡസ് നോട്ട് ഫോം പെറോക്സൈഡ് ഓർ സൂപ്പർ ഓക്സൈഡ്. ലിഥിയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ലിഥിയം വളരെ ചെറിയ എലിമെൻ്റ് ആണ്, ആൽക്കലി മെറ്റലാണ്. അതുകൊണ്ട് ലിഥിയം ഡസ് നോട്ട് ഫോം പെറോക്സൈഡ് ഓർ സൂപ്പർ ഓക്സൈഡ്. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, സൂപ്പർ ഓക്സൈഡ് എന്താ? സൂപ്പർ ഓക്സൈഡ് 2 ഓക്സിജൻ മെറ്റലിലൂടെ വരുന്നു. KO2 ഒരു സൂപ്പർ ഓക്സൈഡ് ആണ്. വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ഇൻ KO2? നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും, ആൽക്കലി മെറ്റൽസിന് എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ. ദ സൂപ്പർ ഓക്സൈഡ് സ്പീഷീസ് ഈസ് റെപ്രസെന്റ് ആസ് O2-. ഇവിടെ പറയുന്നത്, ഇവിടെ KO2 എന്ന് പറയുമ്പോൾ സൂപ്പർ ഓക്സൈഡ് ആണ്. സൂപ്പർ ഓക്സൈഡ് റെപ്രസെന്റ് ചെയ്യുന്ന O2- എന്നാണ്. സിൻസ് ദ കോമ്പൗണ്ട് ഈസ് ന്യൂട്രൽ, ദെയർഫോർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ഈസ് +1. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഇൻ KO2. ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുമോ? വൈ ഈസ് KO2 പാരാമാഗ്നറ്റിക്? എന്താ പാരാമാഗ്നറ്റിക്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുവാണെങ്കിൽ, അതിനോട് അട്രാക്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള സ്പീഷീസിന് പറയുന്ന പേരാണ് പാരാമാഗ്നറ്റിക്. റിപ്പൽ ചെയ്യുവാണെങ്കിൽ അതാണ് ഡയാമാഗ്നറ്റിക്. എന്തായിരിക്കും പാരാമാഗ്നറ്റിക്കിന് കാരണം? അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് എങ്കിലും കാണണം. അതാണ് പാരാമാഗ്നറ്റിക്കിൻ്റെ ആകണം എന്നുള്ള ക്രൈറ്റീരിയ. ദ സൂപ്പർ ഓക്സൈഡ് O2- is paramagnetic because one unpaired electron in pi star 2p molecular orbital. അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? pi star 2p ഓർബിറ്റലിനകത്താണ്. pi star 2p മോളിക്കുലർ ഓർബിറ്റലിനകത്താണ് അൺപെയർഡ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് KO2 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എഴുതണം, the superoxide O2- is paramagnetic. എന്താണ് പാരാമാഗ്നറ്റിക്? because of one unpaired electron in pi star 2p molecular orbital. ഇനി വെള്ളവുമായിട്ടുള്ള റിയാക്ടിവിറ്റി ടുവേഴ്സ് വാട്ടർ. ദ ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. ഓർത്തിരിക്കുക, ആൽക്കലി സൊല്യൂഷൻ മാത്രമല്ല ആകുന്നത്, ഡൈഹൈഡ്രജനും കൂടി ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനകത്ത് ഏത് മെറ്റലിനെ നമ്മൾ M എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണം. M plus H2O gives M plus 2OH- plus H2, where M is an alkali metal. ഇതാണ് റിയാക്ടിവിറ്റി ടുവേഴ്സ് വാട്ടർ. വെള്ളവുമായിട്ട് ആൽക്കലി മെറ്റൽസ് കൂടി ചേരുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കലി സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻ ഉണ്ടാകുന്നു. വാട്ട് ഇസ് ബേസ്? ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് OH-. ഓക്കെ, OH- ആണെങ്കിൽ അതാണ് ബേസ് ആണ്. പിന്നെ കൂടെ എന്ത് വരുന്നു? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ലിഥിയം ഹാസ് മോസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. E0 വാല്യൂ ആണ് മോസ്റ്റ് നെഗറ്റീവ് E0 വാല്യൂ. Its reaction with water is less vigorous than that of sodium, which has the least negative E0 value among the alkali metals. This behavior of lithium is attributed to its small size and very high hydration energy. ലിഥിയത്തിന് നമ്മൾ പറഞ്ഞ ലിഥിയമാണ് ഏറ്റവും വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടത്തുന്നത് വാട്ടറുമായിട്ട്. എന്നാൽ
അല്ല, സോഡിയമാണ് അവിടെ നടത്തുന്നത്. ഇവിടെ നമുക്കിവിടെ കാണാം ലിഥിയം എന്ന് പറഞ്ഞാൽ ലിഥിയത്തിന് ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട്. ലിഥിയത്തിൻ്റെ സൈസ് ഏറ്റവും സ്മോളാണ്. സ്മോൾ സൈസ് ആയതുകൊണ്ട് അതിന് വെരി ഹൈ ഹൈഡ്രേഷൻ എനർജിയാണ്. ഹൈ ഹൈഡ്രേഷൻ എനർജി ആയതുകൊണ്ട് അത് വെള്ളവുമായിട്ട് റിയാക്ട് നല്ലപോലെ അങ്ങ് ചെയ്തോളും. വലിയ പൊട്ടലും ചീറ്റലും ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അതർ മെറ്റൽസ് ഓഫ് ദ ഗ്രൂപ്പ് റിയാക്ട് എക്സ്പ്ലോസീവ്ലി വിത്ത് വാട്ടർ. വെള്ളവുമായിട്ട് ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് എല്ലാം എക്സ്പ്ലോസീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. The alkali metals also react with the proton donors such as alcohol, gaseous, ammonia and alkanes. ഇത് ഈ ഇങ്ങനെയുള്ള സോൾവെൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നു. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് തരുന്നത്? ബേസിനെ തരുന്നത്. ബേസ്. വാട്ട് ഇസ് ബേസ്? ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് OH-. ഓക്കെ, OH- ഉള്ള ഇപ്പം സോഡിയം ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തരുന്നു. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസിക് സൊല്യൂഷൻ ആണ്. ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് 1 ഹൈഡ്രോക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, റുബീഡിയം ഹൈഡ്രോക്സൈഡ്, സീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം സോലുബിൾ ആണ്. ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസ്. ഈ ലിഥിയം തൊട്ട് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ താഴോട്ട് പോരുന്ന ഒരു സൈസ് കൂടുന്നു. സൈസ് കൂടുമ്പോൾ അതിൻ്റെ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഓൾ ആർ സോലുബിൾ ആണ്. അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് കൂടുന്നു. ബേസിക് സ്ട്രെങ്ത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ബേസിക് സ്ട്രെങ്ത് കൂടുന്നു എന്നുള്ളവർക്ക് ഹൈഡ്രോക്സൈഡിൻ്റെ. ഇവിടെ ബേസിക് ഓക്സൈഡ്, നമുക്ക് കുറച്ച് ബേസിക് ഓക്സൈഡിനെ പരിചയപ്പെടാം. ലിഥിയം ഓക്സൈഡ്, വെള്ളത്തിലിട്ടാൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. Na2O, Na2O2 ഇത് സോഡിയത്തിൻ്റെ ഓക്സൈഡാണ്, സോഡിയം ഓക്സൈഡ്. ഇത് സോഡിയം പെറോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡാണ് അതിൻ്റെ ഹൈഡ്രോക്സൈഡ്. K2O2, KO2. ഇതെന്താണ്? KO2 എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡാണ്. K2O2 എന്ന് പറയുന്നത് പെറോക്സൈഡാണ്. ആൽക്കലൈൻ സൊല്യൂഷൻ KOH ആണ്. Rb2O2, RbO2 സൂപ്പർ ഓക്സൈഡ് ആണ്. KO2, RbO2, CSO2 ഒക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാകുന്നു, ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഇനി അടുത്ത ഓക്സൈഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ബെർലിയം ഓക്സൈഡ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അല്ലേ, റേഡിയം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡും ഹൈഡ്രോക്സൈഡുമാണ് നമ്മളിവിടെ കാണുന്നത്. ലിഥിയം ഓക്സൈഡ്, നമ്മൾ ഇവിടെ ഓക്സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ലിഥിയം ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ലിഥിയം ഓക്സൈഡ് ഉണ്ടായി. ലിഥിയം ഓക്സൈഡിൻ്റെ നോർമൽ ഓക്സൈഡാണ് Li2O ആണ്. Na2O, K2O. അതുപോലെ ലിഥിയം ഹൈഡ്രോക്സൈഡാണ്. അതുപോലെ NaOH, KOH. ഇവരെല്ലാവരും, അതായത് ആൽക്കലി മെറ്റൽസിൻ്റെ ഓക്സൈഡും ഹൈഡ്രോക്സൈഡും എല്ലാം വെള്ളത്തിൽ സോലുബിളാണ്. ഓൾ സോലുബിൾ ഇൻ വാട്ടർ. ഓർത്തിരിക്കുക, ഓൾ സോലുബിൾ ഇൻ വാട്ടർ. ഇത് ആൽക്കലിയാണ്, ആൽക്കലി. റിയാക്ഷൻ ഓഫ് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ്. All groups 1 oxide react with the water to form hydroxide. ഓക്സൈഡ് H2O കൂടി ചേരുമ്പോൾ ആൽക്കലി സൊല്യൂഷൻ ഉണ്ടാകുന്നു. പെറോക്സൈഡ് H2O റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കലി സൊല്യൂഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നു. അതുപോലെ സൂപ്പർ ഓക്സൈഡ് നമ്മൾ 2O2- എന്നാണ് അതിനെ, അല്ലെങ്കിൽ O2- നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വെള്ളവുമായിട്ട് കൂടി ചേരുമ്പോൾ നമുക്കിവിടെ ഹൈഡ്രോക്സൈഡിനെ തരുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ആൽക്കലി ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് 1 മെറ്റൽസ് വെള്ളവുമായിട്ട് കൂടി ചേരുമ്പോൾ അതിൻ്റെ ഓക്സൈഡ് വെള്ളവുമായിട്ട് കൂടി ചേരുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രോങ് ആൽക്കലി ഉണ്ടാകുന്നു, ആൽക്കലി. അതുകൊണ്ടാണ് ഇതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 മെറ്റൽസിനെ വെള്ളത്തിലോട്ട് ഇട്ടാൽ അതെന്തായി മാറുന്നു? ആൽക്കലി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓക്സൈഡുകളെ. ഓൾ ഗ്രൂപ്പ് 1 ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ആർ ബേസിക് ആൻഡ് ദ ബേസിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ലിഥിയത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും അതിൻ്റെ ബേസിറ്റി കൂടുന്നു. അടുത്താണ് ഡൈഹൈഡ്രജനുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം. ലിഥിയം ഹൈഡ്രൈഡ്. എന്താ ലിഥിയം ഹൈഡ്രൈഡിൻ്റെ ഫോർമുല? LiH. അതുപോലെ സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ്, സീഷ്യം ഹൈഡ്രൈഡ്. ഇതിൻ്റെ പേര് അയോണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ് എന്നും ഇതിനെ പറയാൻ പറ്റും. റിയാക്ടിവിറ്റി ടുവേഴ്സ് ഡൈഹൈഡ്രജൻ. ദ ആൽക്കലി മെറ്റൽ റിയാക്ട് വിത്ത് ഡൈഹൈഡ്രജൻ അറ്റ് അബൌട്ട് 673 കെൽവിൻ. അതായത് ലിഥിയം എന്ന് പറയുന്നത് 1073 കെൽവിനാണ് ടു ഫോം ഹൈഡ്രൈഡ്സ്. ഓൾ ദ ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് ആർ അയോണിക് സോളിഡ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്. ഓൾ ദ ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് ആർ അയോണിക് സോളിഡ്സ് ആണ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്. നമുക്കിവിടെ മെറ്റൽ പ്ലസ് H2 ഗീവ്സ് M+H. എന്നിട്ട് നമ്മുടെ ലിഥിയം 2 ലിഥിയം പ്ലസ്
H2 gives 2Li plus H minus എന്നുള്ളതാണ്. എന്നാൽ ഇതാണ് പ്ലസും മൈനസും വരുന്നതുകൊണ്ടാണ് അയോണിക് ഹൈഡ്രേറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രേറ്റ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹാലജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലജൻ 17ാം ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാണുള്ളത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? അവരുമായിട്ട് ക്ലോറിനുമായിട്ട് ഗ്രൂപ്പ് 1ലെ എലമെന്റ് സോഡിയം കമ്പൈൻ ചെയ്യാന്ന് വെച്ചോ, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഈ സോഡിയം ക്ലോറൈഡ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് അല്ലേ? ഉപ്പില്ലെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടാണ് നമുക്കറിയാം. അത് വന്നിട്ട് സോഡിയം ക്ലോറൈഡ് എന്താണ്? ആൽക്കലി മെറ്റൽസ് ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ലിഥിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്, ക്ലോസ് പാക്ട് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലിഥിയം ഹാലൈഡ് ഉണ്ടാകാം. ഏത് എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഏത് വേണേലും ആകാം. അതുപോലെ NaX, KX, റുബീഡിയം എക്സ്, സീഷ്യം എക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ കൂടി വരുന്നു. മുകളിൽ താഴേക്ക് വരുന്നവർ ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി കൂടി വരുന്നു. Reactivity towards halogen. The alkali metal readily reacts vigorously with the halogen to form ionic halides. Ionic halides in the formula നമുക്ക് ഇപ്പോൾ M plus X minus എന്ന് പറയാം. ഇത് സോൾട്ട് ആണ്. സോഡിയം ക്ലോറൈഡ് സോൾട്ട് ആണ്. പ്ലസും മൈനസും കൂടി ചേർന്നാണ്. However, lithium halides are somewhat covalent. ഇനി ലിഥിയം ഹാലൈഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ലിഥിയം ഹാലൈഡ്സ് ഒരു കോവാലന്റ് നേച്ചർ കാണിക്കുന്നു. ഈ ലിഥിയം ഹാലൈഡ്സ് എപ്പോഴും ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും സ്മോൾ സൈസാണ്. ഈ സ്മോൾ സൈസായിട്ടുള്ള ലിഥിയത്തിന് താഴെ കിടക്കുന്ന മെറ്റൽസുമായിട്ട് വളരെയധികം വ്യത്യാസം കാണിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അങ്ങനെയുള്ള ആ വ്യത്യാസത്തെ പറഞ്ഞ പേരാണ് അനോമലസ് ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആറ്റം നമുക്ക് 18 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ 18 ഗ്രൂപ്പിലെ ഏറ്റവും ആദ്യത്തെ ആറ്റം താഴെ കിടക്കുന്ന ആറ്റങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതായതുകൊണ്ട് അത് ഇവരിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം ക്യാരക്ടർ കാണിക്കുന്നു. അതിനാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതനുസരിച്ച് നമുക്കിവിടെ പറയാം ലിഥിയം ഹാലൈഡ്സ് എന്ന് പറയുന്നത് കോവാലൻ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? നല്ല അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഹൈലി അയണിക് ആണ്. It is because of the high polarization capability of lithium ion. The distortion of electron cloud of the anion by the cation is called a polarization. The lithium plus ion is very small in size and has high tendency to distort electron cloud around the negative halide ion. Since ion with large size can be easily distorted among halides, lithium iodide is the most covalent in nature. നമുക്കിവിടെ ലിഥിയം ഹാലൈഡ്സ് കോവാലന്റ് നേച്ചർ കാണിക്കുന്നു. ബാക്കി എല്ലാ ഹാലൈഡ്സും അയോണിക് നേച്ചറാണ് കാണിക്കുന്നത്. ഇനി അതുപോലെ ഇപ്പോൾ ഹാലൈഡ്സ് പഠിച്ചു. അടുത്താണ് റെഡ്യൂസിങ് ഏജൻസ് ആണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. എന്താ റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ആരാണോ ഇലക്ട്രോണെ കൊടുക്കുന്നത് അവരെയാണ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ്. നമുക്ക് കാരണം അറിയാം എന്നാണ്? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഭാഗ്യശാലി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? NS1 ആണ്. NS1 ആ ഒറ്റ ഇലക്ട്രോണെ കൊടുത്താൽ ഇതിന് എന്ത് കിട്ടുന്നു? അകത്ത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒപ്റ്റിറ്റുള്ള ഫോമാണ്. അതുകൊണ്ടാണ് ആർക്ക് വേണേലും ഇത് ഇലക്ട്രോണെ കൊടുക്കാൻ റെഡിയാകുന്നത്. അതുകൊണ്ട് എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സിനെയാണ് ഏറ്റവും സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. Their reducing power increases down both the group. താഴോട്ട് ലിഥിയത്തിൽ നിന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം അത് അങ്ങനെ അങ്ങ് പോകുമ്പോൾ അതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നു, റെഡ്യൂസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു. As the atomic size increases, it becomes easier to remove the outermost electron. ആറ്റോമിക് സൈസ് കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ ബാഹ്യശല്യ ഇലക്ട്രോണെ മാറ്റാൻ സാധിക്കുന്നു. കാരണം ന്യൂക്ലിയസിന് ബാഹ്യശല്യ ഇലക്ട്രോണിന് ആയിട്ട് അത്ര സ്വാധീനം കിട്ടാത്തത് കൊണ്ട് ആര് വന്ന് ചോദിച്ചാലും ബാഹ്യശല്യ ഇലക്ട്രോണിന് കുറച്ച് എനർജി കൊടുത്താൽ മതി, അതങ്ങ് പോകും. അതുകൊണ്ടാണ് ലോ അയണൈസേഷൻ എനർജിയാണ്. സൈസ് കൂടുന്തോറും അയണൈസേഷൻ എനർജി കുറഞ്ഞു വരുന്നു. Reducing nature. The alkali metals are strong reducing agent. Lithium is the most and sodium is the least powerful. With the small size of ion, lithium has the highest hydration enthalpy, which accounts for its high negative E0 value and its high reducing power. ഇവിടെ ലിഥിയത്തിന് ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉള്ളത് കൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കും the alkali metals are strong reducing agent. Lithium is the most എന്നുള്ളത് നമുക്കിവിടെ സാധിക്കും. Although lithium has highly negative E0, എന്താണ് E0 reduction potential? It only reacts slowly with water. This illustrates the importance of the role of kinetic factors in determining the rate of a chemical reaction. Lithium has a higher melting point. This increases the activation energy required for dissociation in aqueous solution. It does not melt during the reaction as sodium, potassium do, and thus it has a smaller area of contact with the water. ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയറാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ
ഈ ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയുമായിട്ട് കൂടിച്ചേരുന്നു. അമോണിയയുടെ ഫോർമുല എന്താണ്? NH3 അമോണിയ അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെൻ്റായ മെറ്റൽസ് ഏത് വേണേലും ആകാം. ലിഥിയം തൊട്ട് സീഷ്യം വരെയുള്ളതുണ്ട്. നമുക്ക് മെറ്റൽ പ്ലസ് അമോണിയയുമായിട്ട് കൂടിച്ചേരുമ്പോൾ മെറ്റൽ ഇലക്ട്രോണെ കൊടുക്കുന്നു. ആ ഇലക്ട്രോൺ അമോണിയയുമായിട്ട് കൂടിച്ചേർന്ന് ഒരു നല്ലൊരു ബ്ലൂ കളറുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നു. അതായത് അമോണിയേറ്റഡ് ഇലക്ട്രോൺ കാരണം ഈ സൊല്യൂഷന് നല്ല നീല കളറ് കിട്ടുന്നു. മെറ്റലിന് എന്ത് സംഭവിക്കും? മെറ്റൽ പോസിറ്റീവ് ആകുന്നു, അമോണിയേറ്റഡ് ഇലക്ട്രോൺ നെഗറ്റീവും ആകുന്നു. Solution in liquid ammonia. The alkali metal dissolve in liquid ammonia giving deep blue solution. ഓർത്തിരിക്കുക, ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയ്ക്കകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ നല്ല കടും നീല കളർ കിട്ടുന്നു. വിച്ച് ആർ കണ്ടക്റ്റിംഗ് ഇൻ നേച്ചർ. M plus X plus Y NH3 gives MNH3 X plus E NH3Y. The blue color of the solution is due to the ammoniated electron which absorb energy in the visible region of light and thus imparts blue color to the solution. The electrons absorb energy, color കിട്ടുന്നത്. The solutions are paramagnetic and on standing slowly liberate hydrogen resulting in the formation of amide. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് പാരാമാഗ്നറ്റിക് ആണ്. സൊല്യൂഷൻസ് ബ്ലൂ കളറാണ്, പാരാമാഗ്നറ്റിക് ആണ്. കുറച്ചു നേരം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് അവിടെ അമൈഡായി മാറുന്നു. എന്താണ് അമൈഡ്? M പ്ലസ് ഇലക്ട്രോൺ അമോണിയ അമൈഡായി മാറുന്നു, പ്ലസ് ഹാഫ് H2 ഇത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു. വേർ AM ഇതാണ് അമോണിയേറ്റഡ് മെറ്റലാണ്, ഡിനോട്ട് സൊല്യൂഷൻ ഇൻ അമോണിയ. ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ദ ബ്ലൂ കളർ ചേഞ്ചസ് ടു ബ്രോൺസ് കളർ. ഇവിടെ ഈ ബ്ലൂ കളർ എന്തായി മാറുന്നു? ബ്രോൺസ് കളറായി മാറുന്നു. ആൻഡ് ബിക്കം ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. ഡൈല്യൂട്ട് സൊല്യൂഷനകത്ത് അത് പാരാമാഗ്നറ്റിക്കും ബ്ലൂ കളറും ആയിരുന്നു. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയപ്പോൾ ബ്ലൂ കളറ് ബ്രോൺസ് കളറായി മാറുന്നു. അതുപോലെ തന്നെ അത് ഡയാമാഗ്നറ്റിക് ആയി മാറുന്നു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാത്ത ഡയാമാഗ്നറ്റിക് ആയി മാറുന്നു. നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. അതായത് ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ഷൻ ലിക്വിഡ് അമോണിയയുമായിട്ടുള്ളത് നമുക്ക് നല്ലപോലെ പഠിക്കണം. പല ബോർഡ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. The alkali metal dissolves in liquid ammonia giving deep blue solution which are conducting in nature. Conducting ആണ്. അന്നേരം ഓർത്തിരിക്കുക, മെറ്റല് അമോണിയ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്ലൂ കളർ കിട്ടുന്നു. അത് കണ്ടക്റ്റിംഗ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. സൊല്യൂഷൻസ് ആർ പാരാമാഗ്നറ്റിക് ആൻഡ് ഓൺ സ്റ്റാൻഡിങ് സ്ലോലി ലിബറേറ്റ് ഹൈഡ്രജൻ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് അമോണിയ. ഇവിടെ നമുക്കിവിടെ M പ്ലസ് NH3X പ്ലസ് ഇലക്ട്രോൺ പ്ലസ് NH3 gives MNH2 പ്ലസ് ഹാഫ് H2. MNH2 അമൈഡ് എന്ന് പറയുന്നത് കേട്ടോ, അമൈഡ്. നോക്കിക്കോ, ലിക്വിഡ് അമോണിയ ആൽക്കലി മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? ബ്ലൂ കളർ സൊല്യൂഷനായി മാറുന്നു. ബ്ലൂ കളർ സൊല്യൂഷൻ, അതായത് അതാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ കാരണമാണ് ആ ബ്ലൂ കളർ ഉണ്ടായിരിക്കുന്നത്. ആൽക്കലി മെറ്റൽ ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ ഗീവ് ഡീപ് ബ്ലൂ സൊല്യൂഷൻ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്രത്യേകത ഓർത്തിരിക്കുക, ഇത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. The blue color of the solution is due to ammoniated electron which absorb energy in the visible region of light. Ammoniated electron ഉള്ളതുകൊണ്ടാണ് അത് ബ്ലൂ കളർ കാണിക്കുന്നത്. നമുക്കൊന്നും കൂടെ നോക്കാം അതിൻ്റെ ഇക്വേഷൻ. ആൽക്കലി മെറ്റൽ പ്ലസ് X plus Y NH3 സൊല്യൂഷൻ ഗീവ്സ് MNH3 പ്ലസ്, അതായത് അമോണിയേറ്റഡ് മെറ്റൽ കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും ഉണ്ടാകുന്നു. അമോണിയേറ്റഡ് ഇലക്ട്രോൺ കാരണമാണ് ബ്ലൂ കളർ ഉണ്ടായിരിക്കുന്നത്. ആൽക്കലി മെറ്റൽ അമോണിയ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയേറ്റഡ് മെറ്റൽ കാറ്റയോൺ പ്ലസും അമോണിയേറ്റഡ് ഇലക്ട്രോണും മാറുന്നു. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ കാരണമാണ് ബ്ലൂ കളർ ഉണ്ടായിരിക്കുന്നത്. The most striking property of liquid ammonia is its ability to dissolve alkali metals. ലിക്വിഡ് അമോണിയ ആൽക്കലി മെറ്റൽസിനെ കണ്ടാൽ അതിനെ അങ്ങോട്ട് ഡിസോൾവ് ചെയ്തേക്കും. The resulting solutions are blue and good electrical conductors. ലിക്വിഡ് അമോണിയക്കകത്ത് ആൽക്കലി മെറ്റൽസ് ഡിസോൾവ് ചെയ്യുന്നു, നല്ല നീല കളർ പുറപ്പെടുവിക്കുന്നു, പാരാമാഗ്നറ്റിക് ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. When alkali metals are dissolved in liquid ammonia, they ionizes to give metal ions and valence electron. അതായത് sodium plus electron ആയി മാറുന്നു. Both alkali metals and electron become solvated by ammonia molecules. ഒരു assertion, alkali metals dissolve in liquid ammonia to give blue solution. അങ്ങനെ തന്നാൽ റീസൺ പറയണം. ആൽക്കലി മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ ഗീവ് സോൾവേറ്റഡ് സ്പീഷീസ് ഓഫ് ദ ടൈപ്പ് MNH3N+, വേർ M ഈസ് ആൻ ആൽക്കലി മെറ്റൽ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ഷൻ സോൾട്ട്സ് ആൻഡ് ഓക്സോ ആസിഡ്സ്.
ഈ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഇൻ വിച്ച് ദ ആസിഡിക് പ്രോട്ടോൺ ഈസ് ഓൺ എ hydroxyl group with an oxo group attached to the same atom. For example, sulfuric acid, carbonic acid, അങ്ങനെയുള്ളതൊക്കെ. Alkali metal forms salt with all oxo acid. For example, sodium sulfate. They are soluble in water. ഈ ഇങ്ങനെയുള്ള കാർബണേറ്റ്സും സൾഫേറ്റും ഒക്കെ ഗ്രൂപ്പ് 1-ന്റെ ആൽക്കലി മെറ്റൽസിന്റെ എല്ലാം വെള്ളത്തിൽ ലയിക്കുന്നു. Their carbonates are mainly hydrogen carbonate. Okay, നമുക്കൊന്ന് നോക്കാം. Na2SO4, sodium salt is a salt of sodium sulfate is a salt of H2SO4, Na2SO4. Since the alkali metals are highly electropositive, therefore their hydroxide are very strong base and hence they form salt with the all oxo acid. They are generally soluble in water and stable towards heat. The carbonates of lithium and magnesium decomposes easily on heating to form the oxide and carbon dioxide. ലിഥിയം കാർബണേറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് അതിൻ്റെ മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ മാറുന്നു. സോളിഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആർ നോട്ട് ഫോംഡ് ബൈ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. ബോത്ത് ലിഥിയം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആർ soluble in ethanol. Both LiCl and MgCl2 are deliquescents and crystals form aqueous solution as hydrate. ഇവിടെ നമ്മളിവിടെ കാണുകയാണ് ലിഥിയവും മഗ്നീഷ്യവും. ഈ ലിഥിയം എന്ന് പറയുന്നത് ഏതാണ്? ലിഥിയം ഗ്രൂപ്പ് 1-ലെ ആദ്യത്തെ എലമെന്റ് അല്ലേ? മഗ്നീഷ്യമോ ഗ്രൂപ്പ് 2-ലെ രണ്ടാമത്തെ എലമെന്റ്. ഇവർ തമ്മിലുള്ള കുറച്ച് റിലേഷൻ ഇപ്പം നമ്മൾ കണ്ടത്. അതായത് ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും എഥനോളിനകത്ത് ലയിച്ചിരുന്നു. ലിഥിയം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും ആ ഡെലിക്വസൻ. എന്താ ഡെലിക്വസൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അതാണ് ഡെലിക്വസൻ എന്ന് പറയുന്നത്. ആൻഡ് ക്രിസ്റ്റലൈസസ് ഫ്രം അക്വസ് സൊല്യൂഷൻ ആസ് ഹൈഡ്രേറ്റ്സ്. ഇവിടെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റി നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അതിൻ്റെ പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്സോ ആസിഡിൻ്റെയും അതിൻ്റെ കാർബണേറ്റ്സും ഒക്കെ സെക്കൻഡ് ഗ്രൂപ്പിനകത്തും ഫസ്റ്റ് ഗ്രൂപ്പിനകത്തും തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓഫ് ഗ്രൂപ്പ് 1 and 2 മെറ്റൽ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. മെറ്റൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇൻക്രീസ് അതിൻ്റെ കാർബണേറ്റ്സും സൾഫേറ്റ്സും ഒക്കെ അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കൂടിക്കൂടി വരുന്നു. എന്താണ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ടെമ്പറേച്ചർ കൊടുത്താലും അത് ഡീകമ്പോസ് ചെയ്യാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്. അന്നേരം അതിൻ്റെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൂടുന്നു അതനുസരിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓഫ് ഗ്രൂപ്പ് 1 and 2 മെറ്റൽ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. എഫക്റ്റ് ഓഫ് സൈസ് ഓഫ് കാറ്റയോൺസ് ഓൺ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട്സ്. നമുക്ക് മുകളിൽ താഴോട്ട് വരുന്നതോറും സൈസ് കൂടിക്കൂടി വരുന്നു അല്ലേ? പോസിറ്റീവ് സൈസ് അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ സൈസ് കൂടി വരുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് കാറ്റയോൺ ഇൻക്രീസസ്, പോളറൈസിങ് പവർ ഡിക്രീസസ്. അതുപോലെ കോമ്പൗണ്ട് വിത്ത് എ ലാർജ് ആനയോൺ ബിക്കം മോർ സ്റ്റേബിൾ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ മനസ്സിനകത്ത് ലിഥിയത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? ലിഥിയം അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. എന്താണ് അനോമലസ് പ്രോപ്പർട്ടി? ലിഥിയത്തിന് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനകത്ത് ബാക്കിയുള്ള സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം താഴോട്ട് വരുന്ന മെറ്റൽസിനെ അപേക്ഷിച്ച് സൈസ് വളരെ കുറവാണ്. സൈസ് വളരെ കുറവായതുകൊണ്ട് അത് പല കാര്യങ്ങൾക്കും പല റിയാക്ഷനകത്തും വ്യത്യാസം കാണിക്കുന്നു. ഏതൊക്കെ കാര്യത്തിനാണ് നമുക്ക് നോക്കാം. ആൽക്കലി മെറ്റൽസ് ഇൻ ജനറൽ അയോണിക്ക. എന്നാൽ ലിഥിയത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ്. അതുപോലെ ആൽക്കലി മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ലോ ആണ്, ലിഥിയത്തിന് വെരി ഹൈ ആണ്. ആൽക്കലി മെറ്റൽസിൻ്റെ ടെൻഡൻസി ഓഫ് ഹൈഡ്രേഷൻ ലോ ആണ്. എന്നാൽ ലിഥിയത്തിൻ്റെ ഹൈഡ്രേഷൻ്റെ അളവ് വളരെ കൂടുതലാണ്. കാരണം ഇറ്റ് സ്മോൾ സൈസ് ആയതുകൊണ്ട്. ഡെലിക്വസൻസി എന്ന് പറഞ്ഞാൽ നോ. ആൽക്കലി മെറ്റൽസ് ഇൻ ജനറൽ ഡെലിക്വസൻസി വളരെ കുറവാണ്. കാരണം H2O അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡെലിക്വൻസ് എന്ന് പറയുന്നത്. ലിഥിയം എന്ന് പറയുന്നത് എന്താണ്? ലിഥിയത്തിനകത്ത് അത് ഡെലിക്വൻസി ഉണ്ട്. അതുപോലെ തന്നെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ഇൻ ജനറൽ വാട്ടറിൽ സോലുബിൾ ആണ്. എന്നാൽ ലിഥിയം ഓർഗാനിക് കോമ്പൗണ്ടിനകത്താണ് അത് സോലുബിലിറ്റി കാണിക്കുന്നത്. അന്നേരം ഈ ലിഥിയം ഇവിടെ പലതരത്തിലുള്ള വ്യത്യാസം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പറയുന്നത് അനോമലസ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കാരണം സ്മോൾ സൈസൊക്കെ ആയതുകൊണ്ടാണ്. ഏറ്റവും നമ്മുടെ വീട്ടിലാണെങ്കിലും ഏറ്റവും ഇളയ കുഞ്ഞ് അല്ലെങ്കിൽ ഏറ്റവും കുഞ്ഞല്ല, എന്ത് കുറ്റം ചെയ്താലും പറയുന്നത് കുഞ്ഞല്ലേ എന്ന് പറയും. അതുപോലെ ആണ് നമ്മുടെ ലിഥിയം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുകയാണ്. അന്നേരം നമുക്ക് പറയാൻ പറ്റും ഇത് സൈസ് കുറവായതുകൊണ്ടാണ് ലിഥിയം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്നത് പിന്നെ അനോമലസ് ബിഹേവിയർ.
നമുക്ക് പറയാം റീസൺ ഫോർ ദ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. എന്തുകൊണ്ടാണ് ഈ ലിഥിയം ഈ വ്യത്യസ്തമായ ക്യാരക്ടർ കാണിക്കുന്നത്? എക്സ്ട്രീംലി സ്മോൾ ആയതുകൊണ്ടാണ്. ഗ്രേറ്റർ പോളറൈസിങ് പവർ ഓഫ് അയൺ, ലിഥിയത്തിൻ്റെ പോളറൈസിങ് പവർ വളരെ കൂടുതലാണ്. ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടറാണ്, ലീസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ്. അതുപോലെ ചെറുതായതുകൊണ്ട് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ലിഥിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 അറ്റോമിക് നമ്പർ 1s2 2s1 അല്ലേ, അതിൽ അത്രേ ഉള്ളൂ. അന്നേരം ഡി ഓർബിറ്റൽ അവിടെ ഇല്ല, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. നമ്മൾ ഈ കാര്യം ഏത് ഗ്രൂപ്പിലെ എലിമെൻസിൻ്റെ ആണെങ്കിലും ആദ്യത്തെ എലിമെൻറ്റിന് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം നമ്മൾ ഈ 4 കാരണം നിങ്ങൾ കാണാതെ പഠിക്കണം. എക്സ്ട്രീംലി സ്മോള്, ഇപ്പം ഓക്സിജൻ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നു ഓക്സിജൻ്റെ ഗ്രൂപ്പിൽ. അതുപോലെ ഫ്ലൂറിൻ കാണിക്കുന്നു, ഫ്ലൂറിൻ ഹാലജനകത്തെ ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പ് അല്ലേ. അതിനൊക്കെ കാരണം നമുക്കിത് ഈ 4 കാരണം പറഞ്ഞാൽ മതി. ഏതിനും നമുക്ക് കണ്ണടച്ച് പറയാവുന്ന കാര്യമാണ്. അനോമലസ് റീസൺ ഫോർ ദ അനോമലസ് ബിഹേവിയർ, ദ എക്സ്ട്രീംലി സ്മോൾ, greater polarizing power of iron, least electropositive character, non-availability of d orbital. Okay. The anomalous behavior of lithium is due to the exceptionally small size of its atom and ion, high polarizing power. As a result, there is increased covalent character of lithium compound. അതുകൊണ്ടാണ് ലിഥിയം കോമ്പൗണ്ട് എല്ലാം കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ് അയോണിക്, സോഡിയം പൊട്ടാസ്യം ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള അയോണിക് ക്യാരക്ടർ കാണിക്കുമ്പം ലിഥിയം കോവാലന്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. കാരണം സ്മോൾ സൈസ്, ഹൈ പോളറൈസിംഗ് പവർ, ഇതെല്ലാം കാരണമാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സോൾബിലിറ്റി ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. ഫർദർ ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻ ടു മഗ്നീഷ്യം വിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞായിരുന്നു, ലിഥിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പ്. അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം വിത്ത് റെസ്പെക്ട് ടു അതർ ആൽക്കലി മെറ്റൽസ് എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചും കൂടെ ഒരു 3-4 കാര്യങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഏത് ഉറക്കത്തിലും പറയേണ്ട കാര്യങ്ങളാണ് അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും. The melting point and boiling point of lithium are higher than those of other alkali metals. The hardness of lithium is higher than other metals. Lithium nitrate decomposes to form an oxide, whereas other metals on heating give nitrates. Lithium nitrates decompose to form an oxide, whereas other metals on heating give nitrates. Okay. The anomalous behavior of lithium is due to the എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയായിരുന്നല്ലോ, സ്മോൾ സൈസ്, ഹൈ പോളറൈസിംഗ് പവർ. എന്താ ഹൈ പോളറൈസിംഗ് പവർ പറഞ്ഞാൽ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ. As a result, there is increased covalent character of lithium compound, which is responsible for their solubility in organic solvents. അതുകൊണ്ടാണ് ലിഥിയം വെള്ളത്തിൽ ലയിക്കാതെ പിന്നെ എവിടെയാണ് ഓർഗാനിക് സോൾവെൻസിനകത്ത് ലയിക്കാൻ കാരണം അതിൻ്റെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ് ലിഥിയത്തിന്. The small size of the lithium atom and the ion make them behave differently from other elements of the same group. Lithium is the hardest of all the alkali metals. Anomalous property ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. The melting and boiling points of lithium are much higher than those of other elements of group 1. Lithium is less reactive. Lithium is deliquescent and crystallizes as hydrate LiCl2H2O, whereas other alkali metal chloride do not form hydrate. Lithium bicarbonate is not obtained in the solid form, while all the elements of this group form solid bicarbonate. The lithium bicarbonate solid form ഉണ്ടാകുന്നില്ല. അതുപോലെ ലിഥിയം ക്ലോറൈഡ് 2H2O, അതായത് ഹൈഡ്രേറ്റ്, ഇവിടെ H2Oയ്ക്ക് ലിഥിയത്തിൻ്റെ ചുറ്റും വന്നിരിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ലിഥിയത്തിൻ്റെ അയോൺ ലിഥിയം പ്ലസ് എന്ന് വളരെ ചെറുതായതുകൊണ്ട് H2Oയ്ക്ക് ഇങ്ങനെ വന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ധാരാളം H2O മോളിക്യൂൾ വരുന്നു, അതുകൊണ്ടാണ് ഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. Lithium, unlike other alkali metal, form no ethanol on reaction with ethane. എൻ്റെ പ്രത്യേകത പറയാണ്. അതുപോലെ ലിഥിയം നൈട്രേറ്റ് വെൻ ഹീറ്റഡ് ഗീവ് ലിഥിയം ഓക്സൈഡ്, LiNO3യെ Li ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ലിഥിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. അതർ ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ഡീകമ്പോസ് ടു ഗീവ് ദ കറസ്പോണ്ടിങ് നൈട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക, ലിഥിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ Li2O + NO2 + O2 ഉണ്ടാകുന്നു. എന്നാൽ ബാക്കിയുള്ള എല്ലാ ആൽക്കലിയുടെയും നൈട്രേറ്റ് NaNO2 സോഡിയം നൈട്രേറ്റ് ഉണ്ടാകുന്നു. Whereas other alkali metal nitrate decompose to give the corresponding nitrate, sodium nitrate ഉണ്ടാകുന്നു. ഇതെന്താണ് സോഡിയം നൈട്രേറ്റ്, ഇത് സോഡിയം നൈട്രൈറ്റ്. ഓക്കെ, നൈട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ലിഥിയത്തിന് മാത്രം ലിഥിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് എന്താകുന്നത്, ലിഥിയം ഓക്സൈഡും NO2 + O2 ആണ്. ഇതൊരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസമാണ്. Lithium fluoride and Li2O are comparatively much less soluble in water than the corresponding compounds of the other alkali metal. കാരണം എന്താണ്, കോവാലന്റ് നേച്ചർ കൂടുതലാണ് ലിഥിയത്തിനകത്ത്. എന്താണ്
ഡയഗണൽ റിലേഷൻഷിപ്പ് നമ്മളൊന്ന് പഠിച്ചല്ലോ. ലിഥിയത്തിന് ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളത്? മഗ്നീഷ്യവുമായിട്ട് അല്ലേ? എവിടെയാണ് മഗ്നീഷ്യം സ്ഥിതി ചെയ്യുന്നത്? ലിഥിയം സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ സെക്കൻഡ് പീരീഡിനകത്താണ് ലിഥിയം നിൽക്കുന്നത്. ഇനി മഗ്നീഷ്യം എവിടെയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് മൂന്നാമത്തെ പീരീഡിലാണ് മഗ്നീഷ്യം നിൽക്കുന്നത്. ഫസ്റ്റ് ഇലമെന്റ് ഓഫ് എ ഗ്രൂപ്പ് സിമിലർ പ്രോപ്പർട്ടീസ് വിത്ത് ദ സെക്കൻഡ് ഇലമെന്റ് ഓഫ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ്. അതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് നമ്മൾ സെക്കൻഡ് പീരീഡിനകത്തെ എലിമെൻ്റാണ് ലിഥിയം. ലിഥിയത്തിന് സെക്കൻഡ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ എലിമെൻ്റ്, അതായത് തേർഡ് പീരീഡിനകത്തെ എലിമെൻ്റായ സെക്കൻഡ് ഗ്രൂപ്പ് എലിമെൻറ്റ് മഗ്നീഷ്യവുമായിട്ട് വളരെ സിമിലാരിറ്റി കാണിക്കുന്നു. ഈ സിമിലാരിറ്റിക്ക് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഈ the diagonal relationship is due to the polarizing power, same polarizing power, that is ionic charge, ionic radius being similar for the diagonally placed elements. Similarity ഉണ്ട് അവർക്ക്. Diagonal relationship between lithium and magnesium. എന്നിട്ട് നമ്മളിവിടെ diagonal relationship കാണിക്കുന്ന ആരൊക്കെയാണ്? ലിഥിയവും മഗ്നീഷ്യവും. Due to this relationship, there will be similarities in the following properties. നമുക്ക് ഏതൊക്കെയാണ് similarities നമുക്ക് നോക്കാം. Lithium and magnesium both are hard due to the presence of strong metallic bond in them. Lithium and magnesium both are hard, therefore the melting points are high. Melting point and boiling point high ആണ്. Lithium hydroxide and magnesium hydroxide both are weak base. Lithium chloride MgCl2 are insoluble in water due to their covalent nature, but soluble in organic solvents. ഇതിൻ്റെ കോവാലന്റ് നേച്ചർ കൂടുതലായതുകൊണ്ട് ഇത് ഓർഗാനിക് സോൾവെൻസിനകത്ത് മാത്രമേ ലയിച്ച് ചേർത്തുള്ളൂ, ആൽക്കഹോളിനകത്തൊക്കെ. LiCl and MgCl2 get hydrolyzed due to their covalent nature. Hydrolysis ചെയ്യുന്നു. Lithium and magnesium directly combine with O2 to form normal oxide. Li2O ഒന്ന് MgO ഒന്ന്. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്. എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്? ഹാർഡ് മെറ്റലാണ്, ഹൈ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആണ്, വീക്ക് ബേസ് ആണ്, അതുപോലെ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ആരൊക്കെയാണ്? ലിഥിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകൾ. അതുപോലെ ലിഥിയം ക്ലോറൈഡ് MgCl2 are hydrolyzed due to the covalent nature. പിന്നെ അത് Li2Oയും MgOയും ഒക്കെ ആയി മാറുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് അനോമലസ് പ്രോപ്പർട്ടീസ്, ഡയഗണൽ റിലേഷൻഷിപ്പ്, കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ആൽക്കലി മെറ്റൽസ് ആണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.